ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്വാൻസ്ഡ് ലെവൽ ബ്ലൗസ് കട്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കിയത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് ബാക്ക് നെക്കും ഫ്രണ്ട് ഡീപ്പ് നെക്കുമാണ്. അപ്പോൾ ബാക്കിൻ്റെ തിയറി വേറെയാണ്, ഫ്രണ്ടിൻ്റെ തിയറി വേറെയാണ്. നമ്മൾ ഫ്രണ്ട് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായി നമ്മൾ ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് എടുക്കാം. ഷോൾഡർ 14.5 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. 7.25 ഇഞ്ച് മാർക്ക് ചെയ്തതിനായി ആദ്യം ഞാനിവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. ഷോൾഡറിൻ്റെ പകുതി 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്കും എടുത്ത് 2.5 ഇഞ്ചാണ് എടുത്തത്. 2.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഷോൾഡർ സ്ലോപ്പിനായി ഫ്രണ്ട് ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇതിനെ നെക്ക് വിഡ്ത്തുമായി യോജിപ്പിച്ചുകൊണ്ട് ഒരു ക്രോസ് ലൈൻ വരഞ്ഞു കൊടുക്കുക. നമ്മളുടെ ഷോൾഡർ 7.25 7.25 ഇവിടെ ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായി ആമോൾ മാർക്ക് ചെയ്യാം. ആമോൾ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഇത് ഇവിടെ ഉപയോഗിക്കുന്ന തിയറിയാണ്. ഫുൾ ചെസ്റ്റ് ഡിവൈഡഡ് 6 പ്ലസ് ½ ഇഞ്ച്. അപ്പോൾ ഫുൾ ചെസ്റ്റ് 35.5 ആണ്. അതിന് നമ്മൾ റൗണ്ടിൽ 36 എടുക്കാം. 36 ഡിവൈഡഡ് 6, അപ്പോൾ 6 ഇഞ്ച് കിട്ടും. പ്ലസ് ½ ഇഞ്ച് 6.5 ഒരു മാർക്ക് ചെയ്യാം. അവിടെ ഒരു ലൈൻ വരഞ്ഞു കൊടുക്കാം. ഇതാണ് നമ്മുടെ അപ്പർ ചെസ്റ്റ് ലൈൻ. നമ്മളിവിടെ എല്ലാം ഫുൾ ബസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പർ ചെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതേ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന തിയറി ഫുൾ ബസ്റ്റ് ഡിവൈഡഡ് 6 പ്ലസ് ½ ഇഞ്ച് 32 മുതൽ 45 വരെയും അപ്ലിക്കബിൾ ആണ്. അതിന് ചെറിയ സൈസാണ് നിങ്ങളുടേതെങ്കിൽ 28 to 32 വരേക്കുമാണെങ്കിൽ ഫുൾ ചെസ്റ്റ് ഡിവൈഡഡ് 6 പ്ലസ് 0.75 ആഡ് ചെയ്യുക. 46 എബവ് ആണെങ്കിൽ ഫുൾ ചെസ്റ്റ് ഡിവൈഡഡ് 6 എടുക്കാം. ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനുശേഷം നമ്മൾ ചെസ്റ്റിന്റെ മാർക്ക് ചെയ്യാം. 35.5 ആണ് നമ്മുടെ ചെസ്റ്റ്, ഫുൾ ചെസ്റ്റ്. അതിന്റെ കൂടെ ലൂസിങ്ങിനായി 2.5 ഇഞ്ച് ആഡ് ചെയ്യാം. കുറച്ചുകൂടെ ലൂസിങ് അധികമാണ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ 3 ഇഞ്ച് വരെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 2.5 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത്. 35.5 പ്ലസ് 2.5 38 ഇഞ്ച് ഉണ്ടാവും. 38 ഡിവൈഡഡ് 4 ആണെങ്കിൽ 9.5 വരുന്നതാണ്. അപ്പോൾ 9.5 ഒരു മാർക്ക് ചെയ്യാം. ശേഷം 1.5 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മളുടെ നെക്ക് ഡീപ്പ് 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ച് ആയതുകൊണ്ട് ഷോൾഡറിൽ നിന്നും നമുക്ക് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഷോൾഡറിൽ നിന്നും നെക്ക് ഡീപ്പ് 7.5 ഇഞ്ച് വരുമ്പോൾ സാധാരണ നമ്മൾ 2 ഇഞ്ച് മൈനസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ബാക്ക് നെക്കാണ്, ഷോൾഡർ വിഡ്ത്ത് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ 1.25 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 7.25 ഇഞ്ചാണ് നമ്മുടെ ഹാഫ് ഷോൾഡർ വരുന്നത്. അതിൽ നിന്നും 1.25 ഇഞ്ച് മൈനസ് ചെയ്താൽ 6 ഇഞ്ച് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആയി മെജർ ടേപ്പ് വെച്ചുകൊണ്ട് ഈ ക്രോസ് ലൈനിലേക്കും 6 ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേ മാർക്ക് താഴെയും ചെസ്റ്റ് ലൈനിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ഇവ തമ്മിൽ യോജിപ്പിക്കുക. ഇനി ആമോൾ ഡ്രോ ചെയ്യുന്നതിനായി ക്രോസ് മാർക്കിംഗ് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇപ്പോൾ നമ്മൾ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്തപ്പോൾ ഫ്രണ്ട് ആയതുകൊണ്ട് 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന് രണ്ടിൻ്റെയും സെൻറ്റർ എടുക്കാവുന്നതാണ്. 6.25 ഉണ്ട്. ഇപ്പോൾ 3.5 ഒരു പോയിന്റ് വരും. 3.5 ഒരു പോയിന്റിൽ മാർക്ക് ചെയ്യുക. അവിടെ നിന്നും ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്കായി എടുക്കുക. ഇനി ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഇവ തമ്മിൽ യോജിപ്പിക്കാം. ഡയറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കാം. ഡയറക്റ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ പകുതിയായി ചെയ്യാവുന്നതാണ്. ഷോൾഡറിലെ ലൈനിൽ നിന്നും 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഫസ്റ്റ് യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് താഴേക്ക് വരേക്ക് യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നമ്മൾ ക്രോസ് മാർക്കിംഗ് ചെയ്ത മാർക്കിങ്ങിൽ നിന്നും ആ മാർക്കിംഗ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ആ മോളിന്റെ ഷേപ്പ് വരഞ്ഞു കൊടുക്കുക. എവിടെയും പോയിന്റ് വരാൻ പാടില്ല. പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്ക് ഷോൾഡർ ക്രോസ് ചെയ്ത മാർക്കിൽ നിന്നും നെക്ക് വിടത്തിലേക്കുള്ള ദൂരം 3.5 ഇഞ്ച് ഉണ്ട്. ഇതിൻ്റെ പകുതി എടുക്കാം. 1.25 ഇഞ്ച് വരും. ഇതിൻ്റെ സെൻറ്റർ എടുക്കുക 1.25 ഇഞ്ച്. ഇവിടെ നിന്ന് നമുക്ക് ലെങ്ത്തും എല്ലാം മാർക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ നെക്ക് എടുത്താണ്, നെക്ക് ഡീപ്പാണ്. നെക്ക് ഡീപ്പ് 7.5 ഇഞ്ചാണ്. അപ്പോൾ എത്രയാണുള്ളത് അത്രയും മാർക്ക് ചെയ്യുക. ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എപെക്സ് പോയിന്റ് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ അറേഞ്ച് ആഡ് ചെയ്ത് 9.5 മാർക്ക് ചെയ്യാം. ഷോൾഡർ ടു ലോവർ ബസ്റ്റ് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് ആഡ് ചെയ്ത് 13 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഫുൾ ലെങ്ത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് പ്ലസ് 1.5 ആഡ് ചെയ്യണം. 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, നമ്മൾ ബാക്കിൽ 1 ഇഞ്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ 1.5 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കാം. ഇനി എപെക്സ് ടു എപെക്സ് 7.5 ഇഞ്ചാണ്. അതിന്റെ പകുതി 3.25 ഇഞ്ച് എടുക്കാം. 3.25 മാർക്ക് ചെയ്യാം. ശേഷം ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കാം. ലോവർ ബസ്റ്റിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കാം. ഇനി ഇവിടെ 3.25 ഇഞ്ച് ഉണ്ട്. അതിൽ നിന്നും അരയിഞ്ച് മൈനസ് ചെയ്ത് 2.25 താഴെ മാർക്ക് ചെയ്യേണ്ടതാണ്. ശേഷം എപെക്സ് പോയിന്റിൽ നിന്നും അവിടേക്ക് ഒരു ക്രോസ് ലൈൻ വരഞ്ഞു കൊടുക്കുക. ഇതിന്റെ മെയിൻ ഡാട്ടിനായി നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യുക. ശേഷം ഇവയെ തമ്മിൽ യോജിപ്പിക്കാം. ഈ രണ്ട് ലൈനിന്റെയും 6 ഇഞ്ച് വരുന്നുണ്ട്. സെന്റർ നോക്കുക 3.25 ഇഞ്ച്. 3.25 ഇഞ്ചിലോട്ട് അടയാളം ചെയ്യുക. ഇനി അതിന്റെ സെന്റർ 3.25 സെന്റർ ഒന്നര ഇഞ്ചും ഒരു പോയിന്റ് ഉണ്ടാകും, അവിടെ മാർക്ക് ചെയ്യുക. ഇവിടെയും 1.5 ഇഞ്ചും ഒരു പോയിന്റിലും മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ക്രോസ് ആയി വന്നിരിക്കുന്ന 6.25 4 ഭാഗമാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും താഴത്തെ ഭാഗത്തു നിന്നും ഒരു 1/2 ഇഞ്ച് പുറത്തോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്നും ഒരു 1/4 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിന്നും ഒരു ഷേപ്പ് ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മുടെ ബസ്റ്റിന്റെ സൈസ് കറക്റ്റായി ഇരിക്കുകയുള്ളൂ. ഈ 1/4 ഇഞ്ചിൽ കൊണ്ടുവന്ന് അതേ മാർക്കിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ചേർത്ത് കൊടുക്കുക. ശേഷം ഇവിടെ നിന്നും ഒരു പോയിന്റ് ഉള്ളിൽ കൂടെ ചെറിയൊരു കർവ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡാറ്റ അടിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതാണ്. അതിനുശേഷം ഇവിടെയൊക്കെ പോയിന്റ് വന്ന ഭാഗങ്ങളിലൊക്കെ അല്പം ഷേപ്പ് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്തില്ല, ഡയറക്റ്റ് ക്രോസർ അടിക്കുന്നെങ്കിൽ ഈ ഒരു ഭാഗങ്ങളിലായി തുണി ലൂസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വേസ്റ്റ് എത്രയാണെന്ന് നോക്കാം. 29 ഇഞ്ചാണ്. 29 ഇഞ്ചിന്റെ 4/4 ഭാഗം 7.25 വേണം. അപ്പോൾ ഇവിടെ നിന്ന് 7.25 വരുന്ന സ്ഥലത്തേക്ക് മാർക്ക് ചെയ്യാം. ഇത് 2.25 ഉണ്ട്. 2.25 ഇങ്ങോട്ട് നീക്കിയ ശേഷം ഏഴേകാലം എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനെ നമുക്ക്
അപ്പർ ചെസ്റ്റുമായി യോജിപ്പിക്കാം. ഇനി ഈ ഒരു ദൂരം രണ്ടും ഒരേപോലെ ആണ് ഉണ്ടായിരിക്കണം. ഇത് 6 ഇഞ്ച് ഉണ്ട്. ഇത് 6.5 ഇഞ്ച് ഒരു പോയിന്റ്. അപ്പോൾ 6 ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം 1/2 ഇഞ്ചും ഒരു പോയിന്റും ഉണ്ട്. ഈ 1/2 ഇഞ്ചും ഒരു പോയിന്റും ഇവിടെ നിന്നും മൈനസ് ചെയ്യാം. നിങ്ങൾ കുറച്ച് ഷേപ്പ് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ അതിനെ ഡബിൾ എടുത്ത് മാർക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 1 ഇഞ്ചും ഇവിടെ മൈനസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഈ ഒരു അളവ് അതേപോലെ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് ഷേപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അല്പം ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അല്പം ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വേറെ ചെയ്യുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഈ ഭാഗം താഴെ ഇറങ്ങിയിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം അടുത്തായി സെൻറ്റർ ഡാട്ട് കൊടുക്കാം. സെൻറ്റർ ഡാട്ടിനായി നമ്മൾ 3/4 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 പോയിന്റ് ഇവിടെയും 3 പോയിന്റ് ഇവിടെയുമായി 3/4 ഇഞ്ച് കൊടുക്കാം. ഇനി ആമോൾ ഡാട്ടിലേക്കായി വലിയ സൈസ് ആയതുകൊണ്ട് 36 സൈസ് ആയതുകൊണ്ട് നമ്മൾ 1.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. 1.5 ഇഞ്ചിനെ നമുക്ക് ചെസ്റ്റ് ലൈനിൽ വെച്ച് 1.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒരു മാർക്ക് ചെയ്യാം. അതിനുശേഷം 1.5 ഇഞ്ചിന്റെ പകുതി 3/4 ഇഞ്ച് ഇവിടെ മേൽഭാഗത്തേക്കായി മാർക്ക് ചെയ്യുക. അതിനെ മെയിൻ ഡാട്ടുമായി ഒരു ലൈൻ വരച്ച് യോജിപ്പിക്കുക. ശേഷം ഇവിടെ നിന്നും 1/2 ഇഞ്ച് നമ്മൾ സ്ലീവ് അറ്റാച്ചിൽ പോകുന്നതായിരിക്കും. അപ്പോൾ എവിടെയാണ് 1/2 ഇഞ്ച് സ്ലീവ് അറ്റാച്ചിൽ പോകുന്നത് അവിടെ നിന്നും 1.5 ഇഞ്ച് ഡാട്ടാണ്. 1.5 ഇഞ്ച് ഡാട്ട് വരുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്യുക. അതിനെയും അപെക്സ് പോയിന്റുമായി യോജിപ്പിക്കുക. ഇനി ഈ രണ്ടിനെയും അളന്ന് നോക്കി കറക്റ്റ് ഒരേ അളവ് വെക്കേണ്ടതാണ്. ഇത് 5.25 അപ്പോൾ ഇവിടെ നിന്ന് ഇതും 5.25 വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അടിക്കുന്ന സമയത്ത് ചെറുതും വലുതുമായി പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇവിടെ നിന്നും അര ഇഞ്ച് താഴോട്ടിറക്കി ഒരു സ്ട്രേറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ ഡാട്ടിൻ്റെ മാർക്കിംഗ് ഡാട്ടിൻ്റെ ലെങ്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് എത്രയാണോ അത്രയും നമ്മൾ ഈ ഒരു 5 ഇഞ്ച് വരുന്നുണ്ട്. 5.25 ഇഞ്ച് ഉണ്ട്. 5.25 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിൽ നിന്നും ഈ ഒരു ലൈനിന് പാരലലായി സ്കെയിൽ വയ്ക്കുക. ഈ 2 ഗ്യാപ്പും ഒരേപോലെ വരേണ്ടതാണ്. സ്കെയിൽ വെച്ച ശേഷം താഴോട്ടേക്ക് ഒരു ലൈൻ വരച്ച് നമ്മളിവിടെ 1/2 ഇഞ്ച് ഇറക്കി വരച്ച ആ ലൈനിലേക്ക് കൊണ്ടുപോയി യോജിപ്പിക്കുക. ശേഷം അവിടെ നമ്മൾ ആ മോളിൻ്റെ ലൈൻ ഡ്രോ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും ഡാട്ട അടിക്കുമ്പോൾ. ഇവ രണ്ടിനെ യോജിപ്പിച്ച് പുതിയൊരു ആമോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാർജിൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പേപ്പർ കുറവാണ്. ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഏകദേശം ഡ്രാഫ്റ്റിംഗ് ഓക്കെ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് 3 ഡാട്ട് ബ്ലൗസ് ആണ് വേണ്ടതെങ്കിൽ ഇതേപോലെ തന്നെ സെയിം എടുക്കാവുന്നതാണ്. ഇനി സിംഗിൾ ഡാട്ട് ആണെങ്കിൽ ഈ ഒരു ഡാട്ടിനെ മൈനസ് ചെയ്ത ശേഷം ഇത് സിംഗിൾ ഡാട്ടായിട്ട് എടുക്കാം. അല്പം ഷേപ്പ് കൊടുത്താൽ ഇത് പ്രിൻസസ് കട്ടുമായി മാറ്റാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബേസിക് പാറ്റേൺ. ഇതിൽ നിന്ന് ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും ഏത് സ്റ്റൈലിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറി ഡ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അല്പം ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കട്ടൂരി വേണമെങ്കിൽ കട്ടൂരി ബ്ലൗസ് അടിക്കാം. 1 ഡാട്ട് വേണേൽ 1 ഡാട്ട് അടിക്കാം. 3 ഡാട്ട് വേണേൽ 3 ഡോട്ട് അടിക്കാം. പ്രിൻസസ് കട്ട് വേണേൽ പ്രിൻസസ് കട്ട് അടിക്കാം. അപ്പെക്സ് ടു ഷോൾഡർ ടു വേസ്റ്റ് ഡാട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എല്ലാത്തിനും ഈ ഒരു മെത്തേഡിൽ നിന്നും അല്പം ചേഞ്ചസ് വരുത്തിയാൽ മതിയാവുന്നതാണ്.
അടുത്തത് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് മാർക്ക് ചെയ്യുന്നതിനായി നമ്മളുടെ ബാക്ക് എടുക്കുക. ബാക്കിന്റെ ഷോൾഡർ എത്രയാണെന്ന് നോക്കാം. ബാക്കിന്റെ ഷോൾഡർ 4.25 ഉണ്ട്. അപ്പോൾ 4.25 മാർക്ക് ചെയ്യണം. അതിനു മുമ്പായി നമ്മൾ ഇത് ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഷോൾഡർ സൈഡിലേക്ക് ഇറങ്ങിയപ്പോൾ അതുകൊണ്ട് ഷോൾഡർ നമുക്ക് സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ എത്രയാണെങ്കിൽ 3/4 ഇഞ്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഒരു സ്ട്രേറ്റ് ലൈനിൽ നിന്നും നമ്മൾ 3/4 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് ഇഞ്ച് വരുന്നുണ്ട്. ഇഞ്ച് എവിടെയാണ് അവിടെ മാർക്ക് ചെയ്ത ശേഷം സ്ട്രേറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ക്യാൻസലായി പോകുന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ ലെങ്ത്തിൽ 1/2 ഇഞ്ച് കൂട്ടി വെച്ചതുകൊണ്ട് ലെങ്ത്തിൽ ഒരു ഡിഫറൻസും വരുന്നതല്ല. അടുത്ത ഇവിടെ നിന്നും നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് ഷോൾഡർ 4.25 വരുന്നത്. 4.25 എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്യാം. ഇനി നെക്ക് വെടുത്തിനായി ഇവിടെ നമുക്ക് 1.25 ഇഞ്ചാണ് വരുന്നത്. 1.25 ഇഞ്ച് നമുക്ക് എത്രയാണ് ബ്രോഡ് ആവശ്യം അത്രയും ചേർത്ത് നെക്കിന്റെ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഞാനൊരു 2.5 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. 1.25, 2.5, 3.25 ഇഞ്ച്. 3.5 ഇഞ്ചോ 3.25 ഇഞ്ചോ എത്ര വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ 3.5 ഇഞ്ച് എടുത്താൽ 3.5 ഇഞ്ച് എടുക്കാം. 3.5 ഇഞ്ച് എടുത്ത ശേഷം ഈ ഒരു ലൈനിന് ഇതുമായി യോജിപ്പിച്ചു കൊടുക്കുക. ഇവിടെ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് മാർജിന് പോകുന്നതായിരിക്കും. നമ്മൾക്ക് ഏതാണ് ഷേപ്പ് വേണ്ടത് അത് കൊടുക്കാം. റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇത് ഏകദേശം 6.5 ഒരു പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ 3 6.5 ഒരു 3.25 ഒരു പോയിന്റ് ഇതിന്റെ സെന്റർ കിട്ടുന്നതായിരിക്കും. അതിന്റെ സെന്റർ എടുക്കാം. 3.5 1.5 ഒരു പോയിന്റും അതിന്റെ സെന്റർ കിട്ടാം. ഇതിപ്പോൾ 1.25 ഇഞ്ച് ഉണ്ട്. 1.25 ഇഞ്ച് പ്ലസ് നമ്മൾ ഏകദേശം 1.25 ഇവിടെ മൈനസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഹാഫ് ഇഞ്ച് സ്റ്റിച്ചിങ് മാർജിൻ പോകും. അപ്പോൾ 1.25 പ്ലസ് 1.25 ഇഞ്ച് ഏകദേശം ഇത് നമ്മൾ വേറെ സമയത്ത് ഈ ഷോൾഡർ ഇവിടെ വന്ന് നിൽക്കുന്നതായിരിക്കും. അതിനനുസരിച്ചുള്ള ഒരു ബ്രോഡ് ഇതിന് കിട്ടും. ബ്രോഡ് കൂടുതലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇനിയും ഇവിടെ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 3.5 ഉണ്ട്. നിങ്ങൾക്ക് എത്ര ആവശ്യം 3.25 വേണമെങ്കിൽ 3.25 എടുത്തിട്ട് ഇവിടെ ബ്രോഡ് ചെയ്ത് കൊടുക്കാം. അല്പം കൂടി കൂടുതലാണ് വേണ്ടെങ്കിൽ അല്പം കൂടി കൂടുതലായി ഇതുപോലെ ബ്രോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്, അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങളുടെ നെക്ക് ഡെപ്ത് ഒരു 1/4 ഇഞ്ച് കുറവായിട്ടാണ് വരിക. ഇവിടുന്ന് നമ്മൾ സെൻട്രൽ മാർക്ക് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 3.5 ഇഞ്ചിൻ്റെ അടുത്ത് കുറവായിട്ട് വരും. പക്ഷെ അങ്ങനെ അതുകൊണ്ട് നെക്ക് കുറച്ച് ടൈറ്റ് കിട്ടുന്നതാണ്. വേറെ സമയത്ത് നെക്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആ ലൂസ് ഒഴിവായി കിട്ടുന്നതാണ്. ഷോൾഡർ ഒരിക്കലും ഇറങ്ങുന്നതുമല്ല. ഷോൾഡർ ഇറങ്ങുന്ന പ്രോബ്ലം ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഷോൾഡർ ഇറങ്ങുന്നതുമല്ല. പക്ഷെ നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗം നമ്മൾ
കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ നമ്മുടെ പഴയ ലൈന് പോയി പുതിയ ആമോളിൻ്റെ ലൈനായി ഇത് മാച്ചായിട്ടുണ്ട്. അതിനെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നല്ല രീതിയിൽ പോയിന്റ് ഇല്ലാത്തൊരു രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ കഷ്ണം പേപ്പർ കുറവായിട്ടുണ്ട്, അത് നമുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി 1.5 ഇഞ്ച് എവിടെയാണോ മാർജിൻ വരുന്നത് അവിടെ മാർക്ക് ചെയ്തിട്ട് ഇതിനെ യോജിപ്പിച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിന് ഇവിടെ പ്രിൻസസ് കട്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്നതിനായി നമ്മൾ ഈ ഡാട്ടിൻ്റെ മൈനസ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഡാട്ടിൻ്റെ മൈനസ് ചെയ്ത് ഒട്ടിച്ചു. ഇനി ഇവിടെ മാർജിൻ ഇട്ട് കൊടുത്താൽ ഇത് 1 ഡാട്ട് ബ്ലൗസായി. ഈ എല്ലാ ആമോൾ ഡാട്ടും സെൻറ്റർ ഡാട്ടും ഫ്രണ്ട് ഡാട്ടും അതേപോലെ പിടിച്ചടിച്ചാൽ 3 ഡോട്ട് ബ്ലൗസായി. ഇനി ഇത് ഒട്ടിച്ച് ഇതിനെ മൈനസ് ചെയ്ത ശേഷം ഇവിടെ അല്പം ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രിൻസസ് കട്ടായി. പ്രിൻസസ് കട്ടിൽ വരുമ്പോൾ സെൻറ്റർ ഡാട്ട് ആവശ്യമുള്ളപ്പോൾ സെൻറ്റർ ഡാട്ട് ഇടുക. സെൻറ്റർ ഡാട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സെൻറ്റർ ഡാട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാവുന്നതുമാണ്. അത് ഇട്ടില്ലേ വരെ കുഴപ്പമൊന്നുമില്ല. അത് ബോഡിയുടെ ഷേപ്പ് കറക്റ്റായി കാണിക്കണമെങ്കിൽ സെൻറ്റർ ഡാട്ട് ഇടണം. അത് കട്ടോരി കട്ടിൽ സെൻറ്റർ ഡാട്ട് മസ്റ്റാണ്. 3 ഡോട്ട് ബ്ലൗസ് അല്ലെങ്കിൽ നോർമൽ സാരി ബ്ലൗസിലും സെൻറ്റർ ഡോട്ട് മസ്റ്റാണ്. ബാക്കി വേറെ സബ്യസാജി മോഡൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴും സെൻറ്റർ ഡാട്ട് അത്ര ആവശ്യമുള്ളതല്ല. അപ്പോൾ ഇനി ഈ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിന്നും ഇതിൻ്റെ 5.5 ഇഞ്ച് വരുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ 2.25 ഇഞ്ച് സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്യുക. അവിടെ നിന്നും 1/2 ഇഞ്ച് വെളിയിലേക്ക് ഒരു മാർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് ചെയ്താൽ മതിയാവും. ഒരു 1/4 ഇഞ്ച് വെളിയിലേക്ക് ചെയ്യുക. 1/4 ഇഞ്ച് വെളിയിലേക്ക് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഒരു ആമോൾ വന്നു ചേരുന്നിടത്തു നിന്നും ഒരു 1/2 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യുക. ഈ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച്
ഇവ തമ്മിൽ യോജിപ്പിച്ച് പ്രിൻസസ് കട്ടാക്കി മാറ്റാം. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്തെ പോയിന്റ് വരുന്നതാണ്. ആ പോയിന്റിനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി മൈനസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അടിക്കുന്ന സമയത്ത് അവിടെ ഒരു പോയിന്റ് ഉണ്ടാവുകയും അത് ഒരു ഷേപ്പ് കിട്ടാതിരിക്കുകയും ചെയ്യും. അതായത് ഈ ഒരു ഭാഗത്ത് പോയിന്റ് വരുന്നതാണ്. ആ പോയിന്റിനെയും ചെറിയ രീതിയിൽ ഷേപ്പ് ചെയ്ത് ഈ റൗണ്ടിൽ കൊണ്ടുവന്ന് ചേർക്കുന്നതാണ്. ഇനി ഇത് ഉപയോഗിച്ച് ബാക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് പോയിന്റ് വരാൻ പാടില്ല. പോയിന്റിന് നമ്മൾ കറക്റ്റ് ചെയ്ത് ഒഴിവാക്കണം. ഇതിനെ അമോളിൽ വെച്ചുകൊണ്ട് സൈഡിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഭാഗം മാർക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാം. ലെങ്ത് എത്രയാണ് വരുന്നത് അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രണ്ടിൻ്റെ അത്രയും ബാക്കിൽ നമുക്ക് ലെങ്ത് ആവശ്യമില്ല. അതുകൊണ്ട് ഈ ക്രോസ് മാർക്ക് ചെയ്ത് ഇവിടെ എത്രയാണ് അറേഞ്ച് വരുന്നുണ്ട്, അരയിഞ്ചോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 3/4 ഇഞ്ചോ ബാക്കിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്ത് കൊടുക്കാം. ബാക്ക് ലെങ്ത് കൂടുതൽ ആവശ്യമുള്ള ആളുകൾ അതേപോലെ തന്നെ വെക്കാവുന്നതാണ്. ബാക്ക് ഡാട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി നമുക്ക് ഫസ്റ്റ് ആ മോളത്തിലാണ് വരുന്നത് നടന്നു നോക്കാവുന്നതാണ്. ഇവിടെ നിന്നും അരേഞ്ച് ഷോൾഡറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വിട്ട ശേഷം കറക്റ്റ് അരേഞ്ച് ഇവിടെ ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഇതിനെ അളന്നെടുത്ത് നോക്കാം. ഏകദേശം 8.25 ഇഞ്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ആമോൾ 8.25 ഇഞ്ച് വരുന്നുണ്ട്. ബാക്കിൻ്റെ ആമോൾ വളർന്ന് നോക്കാം. ഇവിടെ നിന്ന് കറക്റ്റ് അരേഞ്ച് നമ്മൾ വിട്ട ശേഷം ഷോൾഡറിൽ നിന്നും അരേഞ്ച് വിടുക. എത്രയാണ് വരുന്നത് അത് അളന്ന് നോക്കാം. ഏകദേശം 9.25 ഒരു പോയിന്റ് വരുന്നുണ്ട്. 9.25 ബാക്കിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8.25 വരുന്നുണ്ട്. അപ്പോൾ 8 8 16 17.5 ഇഞ്ച് ഇതിൻ്റെ ഷോൾഡറാണ്. ഇതിൻ്റെ ആമോളാണ് വരുന്നത്. 17.5 ഇഞ്ച് ആമോൾ വരുന്ന മാതിരി. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഭാഗത്ത് മാർജിൻ ഉള്ളതാണ്. ഈ ഒരു ഭാഗത്തായി 1 സെൻറ്റിമീറ്റർ മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് താഴെ വരേക്കും. ഫുള്ളായി നിങ്ങൾ എത്രയാണ് സ്റ്റിച്ച് എല്ലാം സ്റ്റിച്ചിങ് അതുപോലെ എടുത്ത് കൊടുക്കണം. അതേപോലെ തന്നെ പ്രിൻസസിൻ്റെ ഈ ഒരു പാർട്സ് ഇതിങ്ങനെ ഈ ഒരു ഷേപ്പിൽ വേണം വെച്ചിട്ട് കട്ട് ചെയ്യാൻ. ഇതിൻ്റെയും ബാക്കിയുള്ള ഭാഗത്ത് മാർജിൻ ഉണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗത്തായി ഈ കട്ടിങ് വരുന്ന ഭാഗത്തായി 1 സെൻറ്റിമീറ്റർ മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.